തീൻമേശയിൽ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു വിഭവമാണ് മത്സ്യവിഭവങ്ങൾ. ട്രോളിംഗ് നിരോധനം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ മീനിൻ്റെ ലഭ്യത ഇപ്പോൾ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. പിടയ്ക്കുന്ന മീൻ എന്ന പേരിൽ വിപണിയിലെത്തുന്നവയിൽ ഭൂരിഭാഗവും നേരത്തെ സംഭരിച്ച് ഫ്രീസറുകളിൽ സൂക്ഷിച്ചവയാണ്. മീൻ കഴിച്ചതിനെ തുടർന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നതും ചികിത്സാ സഹായം തേടുന്നതും കേരളത്തിലൊരു പതിവ് കാഴ്ചയായി മാറി. നമ്മൾ വിശ്വസിച്ച് വാങ്ങുന്ന മീനിൽ പലതും പഴകിയതും ഫോർമാലിൻ ചേർത്തവയുമാണ്. കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകൾ തിരികെ എത്താൻ ദിവസങ്ങളോളം എടുക്കാറുണ്ട്. ഇവർ പിടികൂടുന്ന മത്സ്യങ്ങളെ ഫ്രീസറിൽ -18 ഡിഗ്രി ഊഷ്മാവിൽ സൂക്ഷിക്കണമെന്നാണ് നിയമം. 1 കിലോ മത്സ്യത്തിന് 1 കിലോ ഐസ് എന്ന അനുപാതത്തിലാണ് സൂക്ഷിക്കേണ്ടത്. പലപ്പോഴും ഇത്തരം നിയമങ്ങളൊന്നും പാലിക്കപ്പെടാറില്ല. മൊത്ത വിൽപ്പനക്കാർ, ഇടനില കച്ചവടക്കാർ, മാർക്കറ്റുകളിലെ മൊത്ത വിതരണക്കാർ എന്നിങ്ങനെ പല ഘട്ടത്തിലും മീനിൽ രാസവസ്തുക്കൾ ചേർക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഇത് നമുക്ക് തിരിച്ചറിയാനും കഴിയില്ല. മീൻ കേടാകാതെ സൂക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന അമോണിയ, ഫോർമാലിൻ എന്നിവ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് കാരണമാകുന്നത്. ഇവയടങ്ങിയ മീൻ കഴിക്കുന്നത് അൾസർ മുതൽ ക്യാൻസർ വരെയുള്ള അസുഖങ്ങൾക്ക് കാരണമായേക്കാം. മീനിൽ ചേർത്തിട്ടുള്ള അമോണിയ, ഫോർമാലിൻ എന്നിവയുടെ സാന്നിധ്യം അത് തിരിച്ചറിയാൻ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ആശ്രയിക്കുന്നത് ക്വിക്ക് കിറ്റുകളെയാണ്. കിറ്റിലെ സ്ട്രിപ്പ് മീനിൻ്റെ പുറത്ത് ഉരസിയ ശേഷം ഒരു ലൈനിൽ ഇറക്കി വയ്ക്കുമ്പോൾ നിറവ്യത്യാസമുണ്ടായാൽ രാസവസ്തു അടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. എന്നാൽ മീൻ സൂക്ഷിക്കുന്ന കണ്ടെയ്നറുകളിലും ഐസ് കട്ടയിലും ഉൾപ്പെടെ കലർത്തുന്ന രാസവസ്തുക്കൾ ശാസ്ത്രീയ പരിശോധനയിലൂടെയാണ് കണ്ടെത്താൻ കഴിയുന്നത്. വീട്ടിൽ വാങ്ങുന്ന മീനുകൾ പഴകിയതല്ലെന്ന് എങ്ങനെ നമുക്ക് ഉറപ്പിക്കാനാകും? ഇത് തിരിച്ചറിയാൻ വഴികളുണ്ട്. പച്ചമീനിൻ്റെ ശരീരത്തിൽ സ്വാഭാവികമായ തിളക്കമുണ്ടാവും. മീനിന് ദുർഗന്ധമോ രാസഗന്ധമോ ഉണ്ടോ എന്ന് പരിശോധിക്കുക. മീനിൻ്റെ കണ്ണുകളിലെ തിളക്കം, ചികളപ്പൂക്കളിലെ ചുവപ്പ് നിറം എന്നിവ പഴകിയ മീനിൽ ഉണ്ടാകില്ല. മീനിൻ്റെ ദശയിൽ വിരൽ കൊണ്ട് അമർത്തിയാൽ അത് അകത്തേക്ക് ചുരുങ്ങിയാണെങ്കിൽ പഴയ മീനാണെന്ന് നമുക്ക് ഉറപ്പിക്കാം.